യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് 1000-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് ദിവസം ഞാനായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഈ 1000-ാമത്തെ നമ്മളുടെ പ്രഭാത വചനധ്യാനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. നമ്മൾ 500-ാമത്തെ പ്രോഗ്രാമിൽ ഒരു കർത്തദാസനെ നമ്മൾ അതിഥിയായി വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പമുള്ള ആ ഒരു ശുശ്രൂഷ നമുക്ക് ഏവർക്കും അനുഗ്രഹമായിരുന്നു. ഇന്ന് നമ്മളോടുകൂടെ വളരെ അനുഗ്രഹീതനായ ഒരു യുവ സുവിശേഷകൻ, പെന്തക്കോസ്റ്റൽ തിയോളജിക്കൽ സെമിനാരിയിലെ അധ്യാപകനും അതേപോലെ തന്നെ ജീവൻ ജ്യോതി കൗൺസിലിംഗ് സെൻറ്ററിലെ കൗൺസിലറുമായ പ്രിയപ്പെട്ട പ്രത്യാശ് സാറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് പ്രിയപ്പെട്ട പ്രത്യാശ് സാറിനെ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ, ഇന്ന് ഞങ്ങളുടെ അതിഥിയായി കടന്നു വന്നതിൽ ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. സാറിനെ ഈ പ്രത്യേക സന്ദർഭത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തീർച്ചയായിട്ടും സാറ് കടന്നു വന്നത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. സാറിനോട് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നു. നമുക്ക് സാറിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയായി തീരും. ഒരു കൗൺസിലർ എന്ന നിലയിലും പ്രത്യേകിച്ച് ബൈബിൾ കോളേജ് ഫാക്കൽറ്റി മെമ്പർ എന്ന നിലയിലും ഏതുതരം ശുശ്രൂഷയിലാണ് ഇപ്പോൾ സാറ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പാസ്റ്റർ, എന്നെ ഒരു എപ്പിസോഡിലേക്ക് എന്നെ പരിഗണിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ പാസ്റ്ററിനെ പല എപ്പിസോഡും ഞാൻ കാണാറുണ്ട്. അതെന്നെ ചലഞ്ച് ചെയ്തൊരു ഫാമിലി എപ്പിസോഡ് ഞാൻ പലപ്പോഴും ആ മോർണിംഗ് ടൂളിങ്ങിനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിനെ വല്ലാതെ അധികം എന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിലെ ഒരു വേദാധ്യാപകനായിട്ടും അവിടെയുള്ള ജീവൻ ജ്യോതി കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ഒരു കൗൺസിലറായിട്ടാണ്. പൊതുവെ ഇങ്ങനെ സ്കൂളുകളിലൊക്കെ ഞാൻ ഇങ്ങനെ മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഞാൻ പോകാറുണ്ട്. പല യൗവനക്കാർക്ക് ഒരു മെൻറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ശുശ്രൂഷ. സാറ് ജീവൻ ജ്യോതി കൗൺസിലിംഗ് സെൻറ്ററിലെ ഒരു കൗൺസിലറായി പ്രവർത്തിക്കുന്ന വിവരം പറഞ്ഞിരുന്നല്ലോ. സാർ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കൗൺസിലിംഗ് രംഗത്തേക്ക് കടന്നു വരാൻ കാരണമായി തീർന്നത്? അതിലേക്ക് നയിച്ച കാരണം എന്തായിരുന്നു ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. ഞാനൊരു കൗൺസിലർ ആകാനുള്ളൊരു പ്രധാന കാരണം എൻ്റെ ചെറുപ്പത്തിലുണ്ടായ എനിക്ക് കുറച്ച് ട്രോമാറ്റിക് അനുഭവങ്ങളാണ്. എൻ്റെ 8-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സമയത്ത് എനിക്ക് ഒത്തിരി റിജക്ഷൻസ്, ലോൺലിനെസ്, സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ പല കൂട്ടുകാരെന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ, സ്വന്തക്കാർ, ബന്ധുക്കാർ, അപ്പോൾ അങ്ങനെ ആരും കേൾക്കാനില്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ എൻ്റെ മാതാവ് പോലും രാവിലെ ജോലിക്ക് വേണ്ടി പോകും. എൻ്റെ സിസ്റ്റർ ആ സമയത്ത് പഠിക്കുവാൻ വേണ്ടി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്ക് ആരും ഇല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു, ആരെങ്കിലും എന്നെ കേൾക്കാനുണ്ടോ, എൻ്റെ ഒരു വിഷമം ആരെങ്കിലും മനസ്സിലാക്കാനുണ്ടോ. സോ ഐ വാസ് ഓൾവേസ് ലോങ്ങിങ് ഫോർ സംബഡി ടു ലിസൺ ടു മൈ ഹാർട്ട്. എൻ്റെ ഒരു ഹെവി ഹാർട്ട്, എൻ്റെ ഒരു വേദന ഒന്ന് മനസ്സിലാക്കാൻ ആരുമില്ലാത്ത അനുഭവം. പക്ഷേ VBSിലൊക്കെ പോകുമ്പോൾ, ചർച്ചിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള പാസ്റ്റേഴ്സ്, അവിടെയുള്ള VBS ഡയറക്ടേഴ്സൊക്കെ എന്നെ കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം തോന്നി. ഒരു ജീവിതത്തിൽ ഒരാളെ ഒന്ന് കേട്ടാൽ ഒരു 80% അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കൗൺസിലിംഗ് രംഗത്തേക്ക് വരാനുള്ളൊരു കാരണം. പല യൗവനക്കാർക്ക് അവർക്കൊത്തിരി സംസാരിക്കാൻ കാണും, പല കുഞ്ഞുങ്ങൾക്ക്, പക്ഷേ ആരെ കേൾക്കാൻ അവരില്ലാത്തതാണ് അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ കൗൺസിലിംഗ് രംഗത്തേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. സാർ, അത് കറക്റ്റാണ്. കാരണം ഞാനും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എനിക്ക് ഈ കൗൺസിലിങ്ങുമായിട്ട് വലിയൊരു പരിചയമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒരിക്കലും ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു ദൈവദാസൻ്റെ ഭവനത്തിൽ ഞാനായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ കടന്നു വന്നു. അപ്പോൾ ആ ദൈവദാസന്, ആ പ്രായമുള്ള മനുഷ്യന് കൗൺസിലിംഗ് കൊടുക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ബ്രദറിന് അദ്ദേഹത്തിനൊരു കൗൺസിലിംഗ് കൊടുക്കാമോ? ഞാൻ പറഞ്ഞു, ഞാൻ കൗൺസിലിംഗ് ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അതായത് പാസ്റ്റർ പറഞ്ഞ കാര്യം, അദ്ദേഹത്തെ മുഴുവനായി കേട്ട് കഴിയും ഞാൻ ബ്രദറിനെ ഏൽപ്പിച്ച ശുശ്രൂഷ അവസാനിച്ചു. വാസ്തവത്തിൽ അതെൻ്റെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതാണ്ട് ഒരു 75-80 വയസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു എൻ്റെ മുമ്പാകെ ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി മുഴുവൻ അദ്ദേഹം പറഞ്ഞ് കേൾപ്പിച്ചു. പക്ഷേ അവസാനം ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, അപ്പച്ച, ദൈവം അപ്പച്ചനോട് കൂടെ ഉണ്ട്, അപ്പച്ചനെ സഹായിക്കും, ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പിതാവ് എന്നോട് പറഞ്ഞെങ്ങനെയാണ്, ഇതാദ്യമായിട്ടാണ് എനിക്കൊരു വലിയൊരു ആശ്വാസം ലഭിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പ്രത്യേകിച്ച് ഒന്നും അദ്ദേഹത്തോട് സംസാരിച്ചില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആളുകളെ കേൾക്കുക എന്നുള്ളതല്ലേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. അതിനെ പറയുന്നത് അറ്റൻറ്റീവ് ലിസണിംഗ് എന്ന് പറയും. നന്നായിട്ട് കേൾക്കുക. അതുകൊണ്ടാണ് നമുക്ക് ദൈവം നമുക്ക് 2 ചെവി നൽകിയത്. ഒരു വായും 2 ചെവി നൽകാനുള്ള കാരണം കുറച്ച് സംസാരിക്കുക, നന്നായിട്ട് കേൾക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം ഈ ആളുകൾ കേൾക്കാനില്ല എന്നുള്ളതാണ് അല്ലേ? നിശ്ചയമായിട്ടും ഇന്ന് കേൾക്കാനില്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങൾക്കും ഒത്തിരി ആത്മഹത്യ കേസുകൾ നടക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യം, എന്നെ ആരും കേൾക്കാനില്ല, ദർ ഇസ് നോബഡി ടു ലിസൺ ടു മീ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പരാതി പോലും. ഓക്കെ. സാറേ, ഞാൻ അതുവഴി ഒരു കാര്യം കൂടി ചോദിക്കാൻ എനിക്കൊരു അറിയാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കൾക്കും അതൊരു നല്ലൊരു അറിവായിരിക്കും. സാറ് ഈ ഒരു കൗൺസിലിംഗ് രംഗത്ത് സാറിനെ വളരെയധികം ഹൃദയത്തിൽ സ്പർശിച്ചതായ ഒരു സംഭവം ഒന്ന് ലളിതമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് കൗൺസിലിംഗ് ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുകയാണ്.
നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് കർത്താവിൻ്റെ കൃപയിൽ ഒരു ആശ്വാസമാക്കാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. പല യുവജന ക്യാമ്പുകൾക്കും കർത്താവ് എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും പല യൗവനക്കാർക്കും ഒത്തിരി ആളുകൾക്ക് ഒരു ആശ്വാസമാകാൻ കർത്താവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയുന്നത് കോട്ടയത്ത് നടന്നൊരു സംഭവമാണ്. ഒരു 2 വർഷം മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞൊരു വ്യക്തി, ഒരു അങ്കിള്, അദ്ദേഹം ഡിപ്രഷനായിട്ടിരിക്കുകയാണ്. നമുക്കതേ കാണാൻ വേണ്ടി പോകാം. ഞാനും എൻ്റെ സ്നേഹിതനും കൂടെ അതിനെ വിട്ടു ചെന്നു. ഒരു 60 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം കോവിഡ് ടൈം കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ അതിന് ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ട് അദ്ദേഹം വീട്ടിലിരിക്കുക. അപ്പം വളരെ പ്രാകൃതനായിട്ട് മുടിയൊന്നും വെട്ടാതെ താടിയൊക്കെ നീട്ടി വളർത്തി, നമ്മൾ കണ്ടാലധികം സംസാരിക്കത്തില്ല. അപ്പം 2 വർഷമായി അദ്ദേഹം ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. കോവിഡ് ടൈം കാരണം ജോലി നഷ്ടപ്പെട്ടു പോയി. തനിക്ക് വൈഫുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഞാൻ സംസാരിക്കാൻ ഇങ്ങനെ ശ്രമിച്ചു കുറേ, പക്ഷേ അദ്ദേഹം അധികം കൂട്ടാക്കിയില്ല. പക്ഷേ ഞങ്ങൾ കുറേ നേരം സമയമെടുത്ത് ഞങ്ങൾ സംസാരിച്ചു. പക്ഷേ ആ വീട്ടുകാർ ഞങ്ങളെ വിലക്കി. അപ്പോൾ അവർ പറഞ്ഞു, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, മടി കാരണമാണ് അദ്ദേഹം ജോലിക്ക് പോകാത്തത്. അദ്ദേഹം ഇനിയും ചുമ്മാ വെറുതെ ഞങ്ങളെ പറ്റിക്കുകയാണ്, ആളുകളെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, അദ്ദേഹം ഡിപ്രഷനാണ്, അദ്ദേഹം നന്നായിട്ടൊരു കൗൺസിലിംഗ് ആവശ്യമാണ്, വേണമെങ്കിൽ നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. പക്ഷേ അവരത് കൂട്ടാക്കിയില്ല. അവർ വഴക്ക് പറഞ്ഞു, ഇനി വരരുത്, ഇനി കൗൺസിലിംഗേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. അപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പത്രത്തിൽ ഇങ്ങനെ വായിച്ച സമയത്ത് രാവിലെ എന്നെ വളരെ ഞെട്ടിപ്പിച്ചൊരു കാര്യമാണ്, ഈ അങ്ങൾ ആത്മഹത്യ ചെയ്തു. അപ്പം ഞാൻ ആ സ്നേഹിതനെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, എടാ പ്രത്യാശ പറഞ്ഞത് സത്യമാണ്, അങ്ങൾ ആത്മഹത്യ ചെയ്തു. ഒരു നല്ല കൗൺസിലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ നമുക്ക് തിരികെ കൊണ്ടുവരാമായിരുന്നു. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് അവിടെ വീട്ടുകാർ വിളിച്ചത് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത്രയേറെ ഡിപ്രഷനാണ്, ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേ ഇങ്ങനെയുള്ള പല ആളുകൾ കാണും, നമുക്ക് സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ആളുകൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്, പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണെന്ന് അവരും തിരിച്ചറിയേണ്ടത് വളരെ ഒരു അനിവാര്യമായൊരു കാര്യമാണ്. അതാണ് എനിക്കൊരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമെന്ന് ഞാൻ. ഓക്കെ. അല്ല, ഈ കൗൺസിലിങ്ങിനെ കുറിച്ച് ആൾക്കാർക്ക് മുൻവിധി ഉണ്ടോ? അങ്ങനെ സാറിൻ്റെ ഒരു നിരീക്ഷണം ഉണ്ടോ? അങ്ങനെ ഉണ്ട്. പല ആൾക്കാർ വരുമ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്തോ മാനസിക പ്രശ്നമുണ്ട്, നമ്മുടെ ഭാഷ പറഞ്ഞ എന്തോ സൈക്കോപത്താണ്, അങ്ങനെ ഒരു കൗൺസിലറെ കണ്ടാൽ ഒരു കുറച്ചിതുപോലെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? പല ആൾക്കാർ അങ്ങനെ തോന്നാറുണ്ട്. കൗൺസിലർ അടുത്ത് പോയി കഴിയുമ്പോൾ എന്തോ ഞങ്ങൾ ശരിയല്ല, ഞങ്ങൾക്ക് എന്തോ മാനസികമായ വിഭ്രാന്തി ഉണ്ട് എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ട്. പക്ഷേ അതല്ല കൗൺസിലിംഗ്. ഇതിന് പറയുന്ന പേരാണ് സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് ടോക്ക് തെറാപ്പിയാണ്. നമുക്ക് മെഡിസിനും കൊണ്ടല്ല നമ്മൾ ഹീൽ ചെയ്യുന്നത്, വിത്ത് ടോക്ക്. നമുക്കൊരു ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഡോക്ടേഴ്സിനെ കാണുന്നത്, അവരെങ്ങനെയാണോ മെഡിസിൻ ഡയഗ്നോസ് ചെയ്യുന്നത് പോലെ തന്നെ അതുപോലെയാണ് നമുക്ക് തെറാപ്പി കൊണ്ട്, നമ്മുടെ ടോക്ക് തെറാപ്പി കൊണ്ടാണ് മനുഷ്യനെ മനസ്സിലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു സാറിപ്പോൾ ഈ നടത്തിയ വിശദീകരണങ്ങൾ കുറേ പേരുടെയെങ്കിലും കണ്ണു തുറക്കാനും അവർക്ക് കൗൺസിലിങ്ങിനെ ആശ്രയിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒത്തിരി നൂറുകണക്കിന് ആൾക്കാർക്ക് ഒരു ആശ്വാസമായിട്ടുണ്ട്. ഞങ്ങളൊരു 6 പേരുടെ ടീമാണ് ഞങ്ങൾ ജീവൻ ജ്യോതിയിൽ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ലേഡി കൗൺസിലേഴ്സ് ഉണ്ട്, പിന്നെ ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്. തകർന്നു പോയ ശിഥിലമായ പല കുടുംബങ്ങളെയും ഒന്ന് റെക്കൺസിൽ ചെയ്യാൻ, തിരികെ കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. എപ്പോഴും സാറിങ്ങനെ കൗൺസിലിംഗ് രംഗത്തൊക്കെ നിൽക്കുമ്പോൾ പല കൗൺസിലേഴ്സിനും നേരിടുന്ന ഒരു പ്രശ്നം അവരുടെ കുടുംബം മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഞാൻ പലരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പലരും അവരെ എന്ത് കൗൺസിൽ ചെയ്യുന്നോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കുടുംബത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഒരു കൗൺസിലർക്ക് ഒരു വലിയ റിസ്ക് തന്നെയാണ്. ഒന്നാമത് താനൊരു എക്സാമ്പിളറി ആയിട്ട് നിൽക്കണം. അപ്പോൾ സാറിന് എങ്ങനെയാണ് കുടുംബത്തെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്? അതൊന്ന് പറഞ്ഞു തന്നാലായിരിക്കും. നല്ല ചോദ്യമാണ്. ഇപ്പോൾ പൊതുവേ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നവർക്ക് പലപ്പോഴും അനുഭവിക്കുന്ന വലിയ പ്രശ്നമാണ്, അവർ മിനിസ്ട്രിയെ മാത്രം ഫോക്കസ് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. പക്ഷേ ഞാനൊരു പാസ്റ്റർ തിയോളജി പഠിപ്പിക്കുന്ന ഒരു വേദ അധ്യാപകൻ കൂടെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നമ്മുടെ ഫാമിലി ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഫാമിലിയെ കരുതാത്തൊരു വ്യക്തി, ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, യു ഹാവ് ടു മാനേജ് യുവർ ഫാമിലി വെൽ, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ ചർച്ച്. ഒരു കുടുംബത്തെ നന്നായി ഭരിക്കാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും നമുക്ക് സഭയെ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ഞാൻ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എനിക്കുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിവാഹം കഴിഞ്ഞൊരു സമയമാണ്. അന്ന് രാവിലെയും വൈകുന്നേരവും രാത്രിയിലൊക്കെ ഞാൻ ഒത്തിരി നന്നായിട്ട് കൗൺസിലിംഗ് എടുക്കും. പ്രത്യേകിച്ച് ടെലി കൗൺസിലിംഗ് ഉണ്ട്, ഒത്തിരി കേസുകൾ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെല്ലുന്ന പലപ്പോഴും രാത്രി 10 മണിക്കാണ്. പെട്ടെന്ന് ചെല്ലുന്നു, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു രാത്രിയിൽ ലിറ്ററലി എൻ്റെ വൈഫ് എനിക്കൊരു 500 രൂപ എന്നിട്ട് പറഞ്ഞു, ചേച്ചാ പറ്റുമെങ്കിൽ ഒരു സെഷൻ എടുത്ത് കഴിയുമ്പോൾ അച്ഛന് 500 രൂപ കിട്ടുമായിരിക്കും മാക്സിമം. ഈ 500 രൂപ അച്ഛന് കയ്യിൽ വെക്കുക, എന്നാൽ വുഡ് യു പ്ലീസ് സ്പെൻഡ് മീ ഇൻ എ ക്വാളിറ്റി ടൈം വിത്ത് മീ. എന്നോടൊപ്പം ഒരു ക്വാളിറ്റി ടൈം. അതാണ് ആ ഒരു ഇൻസിഡൻ്റാണ്, 500 രൂപയാണ് എൻ്റെ കണ്ണ് തുറക്കാനുള്ള കാരണം. ഞാൻ പല ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു, പല ഫാമിലീസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിത പങ്കാളിയും റോബോട്ടല്ല എന്ന് തിരിച്ചറിഞ്ഞത് ആ ഒരു പ്രത്യേക അനുഭവത്തിലാണ്. അപ്പോൾ അന്ന് മുതൽ സത്യത്തിൽ ഞാൻ മാനസാന്തരപ്പെട്ടു. ഞാൻ നന്നായിട്ട് സമയം എൻ്റെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. പ്രൊഫഷൻ ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ഫാമിലി ഈസ് ഡിഫറെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഫാമിലി നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക, ചർച്ചിനെ ടേക്ക് കെയർ എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ഓക്കെ, ദാറ്റ്സ് എ ഗ്രേറ്റ് മെസ്സേജ്. യെസ്, ശരിക്കും ഒരു വളരെ ഒരു എൻകറേജിങ് ആയിട്ടുള്ളൊരു ടെസ്റ്റ്. നമ്മുടെ കുടുംബത്തെ കരുതാതെ ഒരിക്കലും നമുക്ക് സഭയെ നമുക്ക് കരുതാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും സാറേ, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
സാറ് മുമ്പ് പറഞ്ഞല്ലോ, സാറ് മോർണിംഗ് ഡ്യൂവിൻ്റെ ചില പ്രോഗ്രാമുകൾ കണ്ടെന്ന്. ഏതൊരു പ്രോഗ്രാമാണ് കണ്ടത്? ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. മോർണിംഗ് ഡ്യൂ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാനുള്ള കാരണം അതിനകത്തൊരു ഫാമിലി എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഫാമിലി എപ്പിസോഡ് കണ്ടതിന് ശേഷമാണ് ഞാൻ പാസ്റ്ററിനെ ഒന്ന് വിളിക്കുന്നത്. ഒരു പ്രാവശ്യം എൻ്റെ ഒരു നെഫ്യൂസിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത് പാസ്റ്ററിനെ. ആ ഒരു ഫാമിലി എപ്പിസോഡിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒത്തിരി ആൾക്കാർ അത് സ്പർശിക്കുന്നുണ്ട്. പലപ്പോഴും പല ആൾക്കാർക്കും പല ഫാമിലീസിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ആരോടും പറയാതിരിക്കുന്ന പല അനുഭവങ്ങളുണ്ട്. പക്ഷേ അതിനകത്ത് വ്യക്തമായിട്ട് വളരെ വിവരിച്ച് പാസ്റ്റർ പറയുന്നുണ്ട് എന്തായിരിക്കണം ക്രിസ്തീയ കുടുംബം, എങ്ങനെയാണ് അവരുടെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, റോൾ മോഡൽ ആയിരിക്കണം, അവരുടെ ലൈഫ് എങ്ങനെയാണ്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് എന്നെ വല്ലാതെയധികം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ മോർണിംഗ് ഡ്യൂവിൽ പാസ്റ്ററിൻ്റെ മോർണിംഗ് ഡ്യൂ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഒരു 1000 എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുകയാണ്. എനിക്കൊരു ചോദ്യമാണ്, എന്താണ് ഇത് തുടങ്ങാനുള്ള ഈ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ വീഡിയോ തുടങ്ങാനുള്ള ഒരു കാരണം, ഒരു ഇൻസ്പിറേഷൻ എന്താണ് പാസ്റ്ററിൻ്റെ ഒരു അനുഭവം ഒന്ന് വ്യക്തമാക്കാമോ? തുടങ്ങാനുള്ളൊരു കാര്യം, ഞാനെപ്പോഴും ഒരു അധ്യാപക ശൈലിയിലാണ് എൻ്റെ ശുശ്രൂഷയെല്ലാം തന്നെ. എന്നാൽ അല്ലാതെയും ഉണർവിൻ്റെ രീതിയിലുള്ള ശുശ്രൂഷയും ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ കൂടുതലും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ടീച്ചിങ് മിനിസ്ട്രിയാണ്. കാരണം കർത്താവും അതുതന്നെയാണല്ലോ ചെയ്തത്. ടീച്ചിങ് മിനിസ്ട്രിയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ചെയ്തത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ടീച്ചിങ് ആണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓസ്ട്രേലിയക്കാരനൊരു മിഷണറി യാദൃച്ഛികമായി ഞങ്ങളുടെ ബൈബിൾ കോളേജ് വിസിറ്റ് ചെയ്തു. അദ്ദേഹം ഒരു പ്രവാചകനും കൂടിയായിരുന്നു. അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് ഒരു പ്രൊഫസ് ചെയ്താൻ പറഞ്ഞു. ഒരു പൂവിൽ നിന്നും തേൻ വലിച്ചു കുടിക്കാൻ വേണ്ടി വണ്ടുകളും പൂമ്പാറ്റകളും കടന്നു വരുന്ന പോലെ നിൻ്റെ അടുക്കിലേക്ക് ദൈവവചനം കേൾക്കാനും നിന്നിൽ നിന്നും അതേ വചനത്തിൻ്റെ ആ വലിയ മർമ്മങ്ങൾ മനസ്സിലാക്കാനും ആളുകൾ കടന്നു വരും എന്നുള്ളൊരു പ്രൊഫസി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് അങ്ങനെ ഓർക്കാറില്ല. പക്ഷേ ദൈവം എന്നെ അതിലേക്ക് തന്നെ കൊണ്ടുവന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരു ബൈബിൾ കോളേജ് അധ്യാപകനായിരുന്നു. എൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും തികച്ചും അക്കാഡമിക്കായിട്ടുള്ള പ്രസംഗങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് വചനത്തിൻ്റെ വെളിപ്പാടിന് വേണ്ടി ഞാൻ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ദൈവം എനിക്ക് അങ്ങനെ ഒരു റെവലേഷൻ നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ആദ്യ സമയങ്ങളൊക്കെ ഞാൻ ടെലിവിഷൻ ചാനലുകളിലൂടെ ദൈവവചനം സംസാരിക്കായിരുന്നു. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പവർ വിഷൻ, ഹാർവസ്റ്റ് TV, അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ വലിയ ചിലവ് സാമ്പത്തികമായിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറിയിട്ട് ഞാൻ തന്നെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് എന്താണ് ഈ ഒരു ഓൺലൈൻ മിനിസ്ട്രിയെ പറ്റിയുള്ളൊരു അഭിപ്രായം? അതിനെന്തെങ്കിലും സാധ്യതകളുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ചർച്ചിലാകുമ്പോൾ നമുക്കുള്ള ഒരു ഗ്രൂപ്പുണ്ട്, ഒരു ഓഡിയൻസ് ഉണ്ട്. അതിനപ്പുറമായിട്ട് എങ്ങനെയാണ് വെളിയിലുള്ള ആൾക്കാർ വന്ന് ഇമ്പാക്റ്റ് ചെയ്യാൻ ഈ ഓൺലൈൻ മിനിസ്ട്രിക്ക് സാധിക്കുന്നത് പാസ്റ്റർ? ഓൺലൈൻ മിനിസ്ട്രിയെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം അല്ല എന്തെങ്കിലും ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായ ഒരു സമയം വരും. അത് നമുക്കെല്ലാവർക്കും ഉള്ളതാണല്ലോ. പക്ഷേ നമ്മളിങ്ങനെ പ്രസംഗിച്ചിട്ടുള്ളതായ അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ളതായ ദൈവവചന ഭാഗങ്ങൾ എപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. ഇതൊരു ലൈബ്രറി എന്ന പോലെ ആളുകൾക്ക് ലഭ്യമാണ്. ഇത് എൻ്റേതായിട്ടുള്ള ഒരു മിനിസ്ട്രിയിലുള്ള സിഗ്നേച്ചർ പതിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാനിതിനെ ഒന്നാമത് കാണുന്നു. രണ്ടാമത്, ഞാൻ എടുക്കുന്ന സമയം വളരെ കുറവാണ്. അതായത് ഒരു 15 മിനിറ്റ് താഴെയുള്ള സമയം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒന്നാമത് സമയമില്ല. ആളുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ബ്രദറെ അത് കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാമെങ്കിൽ നല്ലതായിരുന്നു, കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കണം. പക്ഷേ അത്രയും കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഒരു വേദഭാഗം എടുക്കുമ്പോൾ കുറച്ചെങ്കിലും കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് എത്തണം. അടുത്ത ദിവസത്തേക്ക് പോയാൽ അത് കണ്ടിന്യൂഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 15 മിനിറ്റ് ഉള്ളിലാണ് ഇപ്പോൾ സന്ദേശങ്ങൾ ചുരുക്കി പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അടുത്തത്, ഓൺലൈനിൽ ആൾക്കാർ കേൾക്കുമ്പോൾ അവരുടെ വീടിൻ്റെ സൗകര്യത്തിൽ അവർക്കുള്ള സമയത്തിൽ അവർക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ആദ്യം ഒരു പക്ഷേ വളരെ ചുരുങ്ങി പേരെ കാണത്തുള്ളൂ. പക്ഷേ ഡെയിലി ബൈബിൾ ഡിവോഷൻ ആണെങ്കിലും അടുത്ത ദിവസം കൂടുതൽ ആളുകൾ ആ പ്രോഗ്രാം വാച്ച് ചെയ്യാറുണ്ട്. പിന്നെ യൂട്യൂബിലെ ആ സംഖ്യ നമ്മൾ നോക്കണ്ട, അല്ലാതെ സോഷ്യൽ മീഡിയകളിലൊക്കെ അനേകർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്, അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഓൺലൈൻ മിനിസ്ട്രിക്കുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അനേക ആളുകൾ ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരണം. കാരണം അത് അനേകർക്ക് പ്രയോജനമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാസ്റ്ററിൻ്റെ ഓരോ ഈ മോർണിംഗ് ഡ്യൂ ഞാൻ കാണുമ്പോൾ അതിന് ഓരോ തീമുകളും കണ്ടൻറ്റുകളും വ്യത്യസ്തമാണ്, പുതിയ പുതിയ ആശയങ്ങളാണ്. എങ്ങനെയാണ് ഈ പുതിയ ആശയങ്ങളൊക്കെ എല്ലാ ദിവസവും എവറി ഡേ ആണ്, അതെങ്ങനെയാണ് ആൾക്കാർക്ക് എത്തിക്കാനുള്ള ആ ഒരു മനസ്സ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പാസ്റ്റർ ശ്രമിക്കാറുള്ളത്? അതൊരു ചലഞ്ചാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ദൈവത്താൽ സാധ്യമാണ്. അതായത് നമുക്ക് വിശുദ്ധ വേദോസത്തിന് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ, മനുഷ്യരല്ല അസാധ്യം എന്നാൽ ദൈവത്തെ സാധ്യമാണ്. ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യല്ല.
ഞാൻ റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഇപ്പോൾ എൻ്റെ ചർച്ചിൽ വെച്ചാണ് ഞാൻ ഈ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നത്. അവിടെ വന്ന് ഞാൻ അല്പസമയങ്ങൾ ദൈവസ്ഥലിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ആ ഒരു പർട്ടിക്കുലർ ആ ചിന്തയിലേക്ക് കടന്നു വരും. അങ്ങനെയാണ് ഞാൻ മെസ്സേജുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, മാസങ്ങളായിട്ട്, വേണമെങ്കിൽ വർഷങ്ങളായിട്ട് തന്നെ പറയാം, ഒരു പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമുക്ക് ദൈവികത പ്രകാരം എങ്ങനെ ജീവിക്കാൻ സാധിക്കും. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള സന്ദേശമാണ്, ആളുകൾക്ക് മനസ്സിലാകുന്ന, അവരുടെ ജീവിതമായി റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരുടെ വർത്തമാനകാല ജീവിതത്തെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന സ്ക്രിപ്ചർ ബേസ്ഡ് മെസ്സേജുകളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സകല ഫീൽഡുകളിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അത് അനേകർക്കൊരു അനുഗ്രഹമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ക്രിസ്ത്യൻ മെസ്സേജുകളുണ്ട്. എങ്ങനെയാണ് പാസ്റ്ററിനൊരു എന്തെങ്കിലും പ്രത്യേകിച്ച് ഓഡിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിയൻസിനെ പാസ്റ്റർ ഫോക്കസ് ചെയ്താണോ ഈ ഒരു വീഡിയോസൊക്കെ ഇടുന്നത്? ഇഷ്ടംപോലെ മെസ്സേജുകൾ ഇപ്പോൾ ഉള്ളൊരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് പാസ്റ്ററിന് കുറേ ആൾക്കാരെ റീച്ച് ഔട്ട് ചെയ്യാൻ കഴിയുന്നത്? സാറ് നല്ലൊരു ചോദ്യമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. കാരണം ഞാനത് ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പല ആളുകളും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് എന്നോട് തന്നെ. അതായത് അവർക്ക് ഇഷ്ടം കുറച്ച് ഉണർവ്വപ്രസംഗമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്, ഒരു ടീച്ചർ എന്ന നിലയിൽ ആളുകൾ മനസ്സിലാക്കണം. നമ്മൾ ഉപരിവിപ്ലവമായിട്ട് പ്രസംഗിച്ച് പോയാൽ നമുക്ക് കയ്യടി കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അപ്രിസിയേഷൻ കിട്ടും, അല്ലെങ്കിൽ കുറേ പ്രോഗ്രാംസ് നമുക്ക് കിട്ടും. ഞാൻ ഒരിക്കലും പ്രോഗ്രാം ബേസ്ഡ് അല്ല. അതായത് എനിക്ക് ആളുകൾ വിളിച്ച് ശുശ്രൂഷ തരണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയല്ല. അങ്ങനെ ഇല്ലെങ്കിലും ദൈവം എന്നെ അയച്ച വേല എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ചെയ്യാറില്ല, കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മിനിസ്ട്രി തന്നെ സെലിബ്രിറ്റീസാണ്. ആളുകൾ സെലിബ്രിറ്റികളെ ഉണ്ടാക്കുകയും അവരെ വാഴിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഒരു ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആളുകൾ വചനം പഠിക്കണം, മനസ്സിലാക്കണം. സാറ് ഓഡിയൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് വചനത്തിൽ ഞങ്ങൾ വളർച്ച പ്രാപിച്ചു, ഞങ്ങൾ വളരെ മൂത്തതാണ്, എല്ലാം തികഞ്ഞു എന്നുള്ള ഓഡിയൻസ് അല്ല എൻ്റെ ഓഡിയൻസ്. ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ക്യാമറയിലേക്ക് നോക്കിയാണ് പ്രസംഗിക്കുന്നെങ്കിലും അതിനപ്പുറത്തേക്ക് ഞാൻ കാണുന്നത് വിശ്വാസ ജീവിതത്തിലെ പിച്ച് വെച്ച് തുടങ്ങുന്നതായ ആളുകൾ, വചനം പഠിച്ചു തുടങ്ങുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ട ഗൈഡൻസ്. ഇതാണ് എൻ്റെ ചിന്ത എപ്പോഴും. പിന്നീട് ഈ വളർച്ച പ്രാപിച്ചു എന്ന് കരുതുന്ന ആളുകൾക്ക് അവർക്കറിയാം ഞങ്ങൾ വളർന്നിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഭാവിച്ചേ പറ്റുള്ളൂ. അവർക്ക് രഹസ്യമായിട്ട് വേണമെങ്കിലും ഈ ഒരു സന്ദേശം കാണാം. കാരണം അങ്ങനെ കാണുന്നവരായ പാസ്റ്റേഴ്സും അച്ഛന്മാർ സഹിതം എൻ്റെ പ്രോഗ്രാം കാണുന്നുണ്ട്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ് ഷുഡ് ബി എ റെഫറൽ മെസ്സേജ്. അതായത് ഈ സന്ദേശത്തിൽ നിന്നും പാസ്റ്റേഴ്സിനോ അച്ഛന്മാർക്കോ സുവിശേഷ വേലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും അവർക്ക് അവരുടെ ചർച്ചിൽ പറയാൻ കഴിയുന്നതായ കുറച്ച് കാര്യങ്ങളെങ്കിലും റെഫറൻസായിട്ട് ഇതിൽ നിന്ന് ലഭിക്കണമെന്നും എനിക്കൊരു നിർബന്ധമുണ്ട്. ഞാൻ കഴിവതും അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ട്. ഈ 1000 എപ്പിസോഡിലേക്ക് മോർണിംഗ് ഡ്യൂ എത്തി നിൽക്കുമ്പോൾ ഈ സന്ദേശം ആർക്കെങ്കിലും പ്രചോദനപ്പെട്ടിട്ടുണ്ടോ, ആരെങ്കിലും ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വ്യക്തിപരമായിട്ട് ആരെങ്കിലും പാസ്റ്ററിനെ ഫോൺ വിളിക്കുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിരവധി പേര് എന്നെ വിളിച്ചിട്ടുണ്ട്, വളരെ അധികം പേര്. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നോട് പറയുകയുണ്ടായി, ഞാൻ എന്നും അതിരാവിലെ എഴുന്നേറ്റ് ഏകദേശം 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ മോർണിംഗ് ഡ്യൂ ആണ് കാണുന്നത്. അതിൻ്റെ ശേഷം ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ചെയ്ത ശേഷം ഞാൻ മോർണിംഗ് വാക്കിനും അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിലും ഞാൻ പോകുന്നു. അപ്പോൾ ഇത് അനേകർക്ക് പ്രയോജനമാണ്. അതേപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ച നിരവധി പേരെ എന്നെ വിളിച്ചിട്ടുണ്ട് ഈ ശുശ്രൂഷ നിമിത്തം തന്നെ. അങ്ങനെ അനേകർ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, അനുഗ്രഹമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയ ആളുകളുണ്ട്. അവർക്കറിയില്ല, അവരുടെ കമ്മ്യൂണിറ്റിയിലൊന്നും അവർക്കറിയില്ല അവരിങ്ങനെ ഇറങ്ങി എന്നുള്ളത്. പക്ഷേ അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ, മക്കളെ പോലും ഭയപ്പെട്ട് വീട്ടിൽ അവരുടെ ഈ ഫോൺ ഉപയോഗിച്ച് ഈ വചനഭാഗം കേൾക്കാനുള്ള ആഗ്രഹം ഈ വചനഭാഗം കേൾക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ നമുക്ക് തരുന്ന പ്രചോദനം വളരെ വലുതാണ്. അതേപോലെ തന്നെ ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് നിർത്താനെന്ന് ആഗ്രഹിച്ചു ഒരിക്കലും. പക്ഷേ അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആളുകളെ പ്രേരിപ്പിച്ചിട്ട് അവരെന്നെ വിളിച്ച് പറയാണ്, ബ്രദറെ ഈ പ്രോഗ്രാം നിർത്തരുത്, ഞങ്ങൾക്കിത് വളരെ അനുഗ്രഹമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട പ്രചോദനം. പിന്നെ സഭകൾക്ക് അവർക്ക് ബൈബിൾ ക്ലാസ്സുകൾ പാസ്റ്റേഴ്സിനൊക്കെ എടുക്കാനൊക്കെ ചിലപ്പോൾ പരിമിതികളുണ്ടാകാം. അവർക്കും ഇത് ഉപകരിക്കുന്നുണ്ട് എന്ന് എന്നോട് പറയുകയുണ്ടായി. കാരണം ഇതൊരു ബൈബിൾ സ്റ്റഡിയാണ്, ആളുകൾക്ക് ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ അനുഭവങ്ങൾ. പാസ്റ്റർ വ്യക്തിപരമായിട്ട് ഈ ഒരു മോർണിംഗ് ടു കഴിഞ്ഞ 1000 എപ്പിസോഡ് എത്തി നിൽക്കുമ്പോൾ
പാസ്റ്റർ എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിൽ ഇത് പാസ്റ്ററിന് എന്തെങ്കിലും ബലപ്പെടുത്തുന്നുണ്ടോ? പാസ്റ്ററിന് എങ്ങനെയാണ് വളരാൻ കഴിയുന്നുണ്ടോ? എങ്ങനെയാണ് പാസ്റ്ററിന്റെ ജീവിതത്തിന് ഇതൊരു ഇൻസ്പിറേഷൻ ആകുന്നത്? ഞാൻ പലപ്പോഴും ഈ മോർണിംഗ് ഡ്യൂ പ്രഭാത വചന ധ്യാനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്നോടുള്ള സന്ദേശം കൂടിയാണ്. കാരണം അത് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാണ് ശുശ്രൂഷിക്കുന്നത്. ഞാനൊരു വചനഭാഗം പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇതുമായി എനിക്കുള്ള ബന്ധം എന്താണ്. തീർച്ചയായിട്ടും എന്നെ തന്നെ കൂടുതൽ മനസ്സിലാക്കി ഞാൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും ശുശ്രൂഷകളെ കൂടുതൽ മെച്ചപ്പെടുത്താനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇനി അങ്ങനെ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു ദൈവദാസനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനം വേണ്ടത് എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഒരു ബൈബിൾ സ്റ്റഡി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകണം. ഈ 1000 ദിവസങ്ങളിൽ എനിക്ക് ക്രമീകൃതമായിട്ട് ദൈവവചനം പഠിക്കാനും ദൈവസ്ഥലത്ത് പ്രാർത്ഥിക്കാനും കഴിഞ്ഞു എന്നുള്ളത് പേഴ്സണലി എനിക്ക് ലഭിച്ചതായ ഒരു നേട്ടം തന്നെയാണ്. ഇന്ന് പല പാസ്റ്റേഴ്സ് ചെയ്യുന്നൊരു കാര്യം, ദേ പ്രിപ്പയർ മെസ്സേജ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പലപ്പോഴും ഒരു മെസ്സേജ് തയ്യാറാക്കുന്നത്. ഇപ്പം പാസ്റ്റർ പറഞ്ഞതുപോലെ പാസ്റ്ററിൻ്റെ ജീവിതത്തിന് അത് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇതെനിക്ക് വേണ്ടിയുള്ളതല്ല എന്ന് ചിന്തിക്കുന്ന പല പാസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ അപ്പോൾ ആ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? പാസ്റ്റർ മെസ്സേജ് തയ്യാറാക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ വളരെയധികം അനുഭവിക്കുന്ന വ്യക്തിയാണ്. വ്യക്തിപരമായിട്ട് ദൈവം എന്നോട് സംസാരിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഞാൻ യാത്ര ചെയ്തു പോകുമ്പോൾ, വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാറുണ്ട്. ഞാൻ ആ മെസ്സേജുകളും ഈ മോർണിംഗ് ഡ്യൂ പ്രഭാത വചന ധ്യാനത്തിൽ ഉൾപ്പെടുത്തി സംസാരിക്കാറുണ്ട്. പക്ഷേ ആളുകൾക്ക് അത് അറിയണമെന്നില്ല. അത് എന്നോട് സംസാരിച്ച വചനം അത് ഞാൻ മറ്റുള്ളവരോടും അത് ഷെയർ ചെയ്യാറുണ്ട്. അത് എപ്പോഴും അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് വേണമല്ലോ നമ്മൾ സംസാരിക്കാൻ. വ്യക്തിപരമായിട്ടൊരു മാറ്റമില്ലെങ്കിൽ നമുക്കൊരിക്കലും മറ്റുള്ളവരെ നമുക്ക് സ്പർശിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും. എന്തെങ്കിലും വെല്ലുവിളികൾ കഴിഞ്ഞ ഒരു 1000 എപ്പിസോഡിൽ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും വീഡിയോ വരികയാണ്. എന്തെങ്കിലും വെല്ലുവിളികൾ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നതിൽ പാസ്റ്റർ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ടോ? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. എനിക്ക് പെട്ടെന്ന് അസ്വസ്ഥത ഉണ്ടായിട്ട് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി. ഒരു 4-5 ദിവസം മുടങ്ങി. അതെനിക്ക് വലിയൊരു പ്രയാസമായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു പ്രോഗ്രാം പോലും മുടങ്ങാൻ ഇടയാകരുത്. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ എനിക്ക് എൻ്റെ ഫോൺ മാത്രമാണ് റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നത്. അതിൻ്റെ പിക്സൽസൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ക്യാമറ വെച്ച് എടുത്താൽ എൻ്റെ ഒരു ഫിഗർ വേറൊരു നിലയിലായിരുന്നു. പക്ഷേ സാറിനറിയാമല്ലോ, നമ്മുടെ ഫിഗർ വേറൊരു നിലയിൽ കാണുമ്പോൾ നമുക്കത് ടെലികാസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനോ ഒരു മടി കാണും. പക്ഷേ ആ മടി വിചാരിക്കാതെ ഞാൻ ആദ്യം തന്നെ ഈ പ്രോഗ്രാമുകൾ ചെയ്തു. സാറ് ശ്രദ്ധിച്ച് നോക്കി അറിയാം, ഒന്നാമത്തെ എപ്പിസോഡിലൊക്കെ വളരെയധികം പിക്ചറൊക്കെ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ചില പ്രോഗ്രാമുകളിൽ നമ്മൾ ഓഡിയോ മാത്രമായിട്ട് കൊടുത്തു, ഒരു പിക്ചർ മാത്രം കൊടുത്തുണ്ട്. പിന്നീട് ദൈവം അത്ഭുതം ചെയ്തു. ഒരാൾ വഴി ദൈവം എനിക്ക് നല്ലൊരു ക്യാമറ തരാനിടയായി തീർന്നു. ആ ക്യാമറ ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അടുത്തത് എഡിറ്റിങ്ങിൽ എന്നെ വളരെയധികം സഹായിച്ചത് കോട്ടയം കളത്തിപ്പടിയിലുള്ള ഡിസയർ മീഡിയയുടെ അരുണാണ് എനിക്ക് ഈ എഡിറ്റിംഗ് ടിപ്സ് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അരുണിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇന്ന് ഞാൻ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും. ഏതാണ്ട് ഒരു 3 മണിക്കൂർ സമയം ഒരു ദിവസം ഞാൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. വെല്ലുവിളികളൊക്കെ ഏകദേശം മറികടന്നതെന്ന് എനിക്കാണ് പറയാൻ പറ്റും. കുറച്ചുകൂടി ബെറ്റർ ആകാനുണ്ട്. അത് ഞാൻ തികഞ്ഞെന്നല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഓൺലൈൻ മീഡിയ അതിലൂടെ അനേകരെ ഇമ്പാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പാസ്റ്റേഴ്സ് കാണും, ഒത്തിരി ദേവദാസന്മാർ കാണും. അവർക്കുള്ള എന്തെങ്കിലും മെസ്സേജ് പാസ്റ്ററിന് പറയാനുണ്ടോ? എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇന്ന് നമുക്ക് മുമ്പിലുള്ള എല്ലാ മോഡേൺ മീഡിയാസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് അറിവിൻ്റെ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ആളുകൾ കൂടുതലും അവർ എന്തെങ്കിലും വായിക്കുന്നതോ അറിയുന്നതോ അവരുടെ കയ്യിരിക്കുന്ന ഫോൺ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗാഡ്ജറ്റ്സ് വഴിയായിരിക്കും അവർ ഈ വിവരങ്ങളെല്ലാം അറിയുന്നത്. അതുകൊണ്ട് അവരുടെ ഗാഡ്ജറ്റ്സിലേക്കും ഫോണുകളിലേക്കും കമ്പ്യൂട്ടറിലേക്കും നമ്മളിത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായിരിക്കണം. അതായത് നമ്മൾ പണ്ട് ഭവനങ്ങൾ സന്ദർശിച്ച് ലഘുലേഖ കൊടുക്കുന്ന പോലെയുള്ള അത്രയും ഗൗരവം തന്നെ ഈ കാര്യത്തിനുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. സോ പലർക്കും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാറില്ല. എനിക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമാണ്. ഞാൻ ഇതിലൂടെ ആഹ്വാനം ചെയ്യുന്നത് എല്ലാ പാസ്റ്റേഴ്സും ഇവാഞ്ചലിസ്റ്റുകളും എല്ലാവരും തന്നെ ഈ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം. അത് വളരെ നല്ലതായിരിക്കും എന്നാണ്. കാരണം ഇപ്പോൾ ജനിച്ച് വീഴുന്ന കുഞ്ഞു പോലും ഡിജിറ്റൽ വേൾഡിലാണ് അവർ വീഴുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും അവർക്കൊരു പ്രയോജനമാകും. തീർച്ചയായിട്ടും. അല്ല, നമ്മുടെ അലസത കൊണ്ട് അത് നമുക്ക് ചെയ്യാതെ പോകരുത്. നമ്മൾ ഉത്സാഹിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് സഹായത്തിന് വേണ്ടി വിളിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിശ്ചയമായിട്ടും ഓൺലൈൻ മീഡിയയിലൂടെ പ്രയോജനമാകുമെന്ന് പാസ്റ്റർ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഇതിൻ്റെ പോസിബിലിറ്റീസ്, അടുത്ത എന്താണ് ഭാവി പരിപാടികൾ? മോർണിംഗ് ടു 1000 എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുകയാണ്. തുറന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ? എങ്ങനെയാണ് പാസ്റ്റർ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ ബൈബിൾ
കോഴ്സുകൾ, പ്രത്യേകമായിട്ടുള്ള ബൈബിൾ ക്ലാസ്സുകൾ ഓൺലൈൻ വഴി, അതായത് ഇന്ന് നമ്മൾ കാണുന്നതായ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് തുടങ്ങിയതായ പ്ലാറ്റ്ഫോമുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് നമുക്കതിന് ലിങ്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതിൽ കയറിയാൽ നമുക്ക് ഒരു കോൺഫറൻസ് പോലെ കൂടി ആളുകൾക്ക് ഓൺലൈനായിട്ട് അല്പസമയം പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്യാനോ, അതോടൊപ്പം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സോ ഒരു മെസ്സേജ് കേൾക്കാനുള്ള അല്ലെങ്കിൽ വചനം പഠിക്കാനുള്ള ഒരു അവസരം അതിനെക്കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഓൺലൈനായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഓഫ്ലൈനായിട്ട് നമ്മളുടെ ശ്രോതാക്കളെ കൂട്ടുവരുത്തി മീറ്റിങ്ങുകൾ നടത്താനുള്ള പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി ദൈവം വഴികൾ ഒരുക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. വെരി ഗുഡ്, താങ്ക് യു പാസ്റ്റർ. എന്തെങ്കിലും ഒരു സന്ദേശം ജനത്തിന് കൊടുക്കാനുള്ള എന്തെങ്കിലും സന്ദേശം പാസ്റ്ററിനുണ്ടോ? തീർച്ചയായിട്ടും. സന്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ, യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഹി മൂഡ് വിത്ത് കമ്പാഷൻ, കരുണയാൽ അവൻ നയിക്കപ്പെട്ടു. ഇപ്പോൾ കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ അവൻ മനസ്സലിഞ്ഞു. അപ്പോൾ ഒരു അത്ഭുതമോ അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയുടെ ആദ്യത്തെ ആരംഭം യേശുക്രിസ്തുവിൽ അത് കരുണയായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത് കരുണയാകണം. സാറിന് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? നിശ്ചയമായിട്ടും ഞാൻ കാണുന്ന പാസേജുകളൊക്കെ നോക്കുമ്പോൾ ജീസസ് ഹാഡ് എ കമ്പാഷൻ ഓൺ പീപ്പിൾ. യേശു ആളുകളെ കണ്ടപ്പോൾ മനസ്സലിവ് തോന്നി എന്നുള്ളതാണ്. എനിക്ക് വളരെ ഒരു ടച്ച് ചെയ്തൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്ന വഴിക്ക് ഒരു പയ്യൻ, ഒരു യൗവനക്കാരൻ, 23 വയസ്സ് കാണും, അവനിങ്ങനെ വഴിയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ പോയി സംസാരിച്ചു. അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്ന പയ്യനാണ്. പക്ഷേ ഞാൻ അവനെ കൊണ്ടുവന്ന് ജീവൻ ചുറ്റി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അല്പം ആഹാരം വാങ്ങിക്കൊടുത്തു, സംസാരിച്ചു, കേട്ടു. അപ്പം നമുക്ക് ഉണ്ടാകുന്നൊരു എന്താ പറയുക, ഒരു കരുണയിലാണ് ഞാനത് ചെയ്തത്. യേശു കാണിച്ചെന്നൊരു മാതൃകയാണ്. ആ പയ്യനൊരു മാറ്റം ഉണ്ടായി. ഇന്നലെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന പയ്യന്, വിവാഹത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ പയ്യനായി. യേശു കാണിച്ചെന്ന മാതൃക നമ്മൾ നിശ്ചയമായിട്ട് അത് ഫോളോ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് അവരിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശം, ദൈവത്തിൻ്റെ കരുണ എപ്പോഴും അവരുടെ ജീവിതത്തിലുണ്ട്. അതേപോലെ തന്നെ നമ്മളിലൂടെയാണ് ആ കരുണ അവരിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു, അവൻ്റെ കരുണ അവരെ കാണിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നൊരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അബ്രഹാമിൻ്റെ ജീവിതമാണ്. ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചത് അബ്രഹാം വിശ്വാസവീരനാണ്, അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവാണ്. അദ്ദേഹത്തെ ഒരു പെർഫെക്റ്റായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ വചനം പഠിച്ചു എന്നപ്പോഴാണ് മനസ്സിലായത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സ്പിരിച്വൽ വാർഫെയർ ഉണ്ടായിരുന്നു. ഷോർട്ട് കമ്മിങ്സ് എന്ന് നമ്മൾ പറയുന്നത് ആ ബലഹീനതകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ എല്ലാം തന്നെ ദൈവം കരുണ കാണിച്ച് അബ്രഹാമിനെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അതേപോലെ തന്നെ ചില ആളുകളൊക്കെ ഒരു കുറ്റം ചെയ്താലോ പാപം ചെയ്താലോ വളരെയധികം അവർ കൺവിക്റ്റഡ് ആയിട്ട് മാറി അതിൽ തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരെ വിടുവിക്കാൻ കഴിയുന്ന ഒരു കർത്താവിനെക്കുറിച്ചാണ് അവരറിയേണ്ടത്. അതായത് അബ്രഹാമിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് അതായിരുന്നെങ്കിൽ, നമുക്കും ദൈവം തൻ്റെ കരുണയാൽ നമ്മെ നിറച്ച് നമ്മെ സഹായിപ്പാൻ ദൈവം സർവശക്തനാണ്. ദാവീദ് രാജാവ് പോലും തെറ്റ് ചെയ്തു, പാപം ചെയ്തു. പക്ഷേ അത് നേതൻ പ്രവാചകൻ തെറ്റിത്തിരുത്തിയപ്പോൾ തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞെന്നുള്ളതാണ്. ഹി കൺഫസ് ഹിസ് സിൻ ബിഫോർ ദ ലോർഡ്. പക്ഷെ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള പല കേസുകൾ നമ്മൾ കാണുന്നുണ്ട്? പല ആൾക്കാരും ചർച്ചിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത പല ആൾക്കാർ കാണും. ഇങ്ങനെയൊരു വീഡിയോസൊക്കെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിനകത്തൊരു കൺവിക്ഷൻ ഉണ്ടാകും, യേശുവിൻ്റെ സന്ദേശം കേൾക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകും, റിപ്പൻറ്റൻസ് ഉണ്ടാകുമെന്ന് പാസ്റ്റർ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകണം. കാരണം വിശുദ്ധ വേദോസം പറയുന്നുണ്ടല്ലോ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നമ്മളെ സകല സത്യങ്ങളും വഴി നടത്തും, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അങ്ങനെയല്ല പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് സാധ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടിയാണ് കാൽവറിൽ യേശു മരിച്ചതുപോലും. യേശു കാൽവറിൽ മരിച്ച് അവൻ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്നുള്ളത് നിശ്ചയമായും സത്യം തന്നെ. തീർച്ചയായിട്ടും ഇനിയും ആയിരക്കണക്കിന് ആൾക്കാർ ആ യേശുവിൻ്റെ സ്നേഹം അറിയാനുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യം തന്നെയാണ്. തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ഇതുവരെയും നമ്മൾ സംസാരിച്ചത് ഈ മോർണിംഗ് ഡ്യൂ എന്ന പ്രോഗ്രാമിനെ പറ്റിയാണ്. അതുമാത്രമല്ല, നമുക്ക് ആത്മീയരായ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഇനിയും കർത്താവിൻ്റെ സ്നേഹം ആയിരക്കണക്കിന് ആൾക്കാർ അറിയാനുണ്ട്. അപ്പോൾ അവരിലേക്ക് യേശുവിൻ്റെ സ്നേഹം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം യേശു പോലും പല ആൾക്കാരെ കണ്ടപ്പോൾ, ആളുകളെ കണ്ടപ്പോൾ മനസ്സലിവ് തോന്നി, കരുണ തോന്നി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കരുണ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായി നമുക്ക് വേണം, അല്ലേ? വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ പാസ്റ്റർ എന്തെങ്കിലും ഒരു സന്ദേശം ആത്മീയരായ ഞങ്ങളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ എന്തെങ്കിലും ഒരു സന്ദേശമുണ്ടോ? തീർച്ചയായിട്ടും. ആ സന്ദേശം എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞ അതേ സന്ദേശം തന്നെയാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. അതെ, ശത്രുക്കളെ പോലും സ്നേഹിക്കുക. വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുന്നത്
ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മളിലൂടെയാണ് സുവിശേഷം അറിയാം. മറ്റുള്ളവരിലേക്ക് പോകുന്നത്. ഐ തിങ്ക് മോർ ദാൻ ടോക്ക് അവർ ഡീഡ്സ്, അവർ ലൈഫ് സ്റ്റൈൽ. തീർച്ചയായിട്ടും. കാരണം യേശു ക്രിസ്തു മാതൃക കാണിച്ചാണ് അതെ പ്രസംഗിച്ചു. ഒരിക്കലും യേശു ക്രിസ്തു മാതൃകയുടെ കാണിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ കേൾക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഈ വചനം ക്രിയ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലോ? നിശ്ചയമായും. ഓക്കെ, സാറ് പ്രാർത്ഥിക്കാൻ ഞാൻ സാറിനെ ചുമതലപ്പെടുത്തുക. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മോർണിംഗ് ഡ്യൂ എന്ന ഈ ക്രിസ്ത്യൻ ഡിവോഷണൽ പ്രോഗ്രാം കഴിഞ്ഞ 1000 ദിവസത്തോളം ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ. ഞങ്ങളുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത നല്ല കാഴ്ചപ്പാടുകൾക്കായി, ദൈവിക ദർശനത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. നൂറുകണക്കിന് ആൾക്കാർക്ക് കർത്താവ് ഇതൊരു വലിയ പ്രചോദനമാകുവാൻ ഇടയായല്ലോ. അവരുടെ ജീവിതത്തിന് ഇനിയും ഒരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഞങ്ങളുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ചെയ്യുന്ന വീഡിയോയിലൂടെ, ഓൺലൈൻ മിനിസ്ട്രിയിലൂടെ ഇനിയും ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരു വലിയൊരു ആശ്വാസമായി തീരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നല്ലോ. യേശുവിൻ്റെ അതേ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, കരുതാൻ, കമ്പാഷൻ ഉണ്ടാകാൻ, കരുണ കാണിക്കാനുള്ള കൃപ ഞങ്ങളുടെ മേൽ കർത്താവ് ചൊരിയേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവ് സ്നേഹിച്ച ആ സ്നേഹം മറ്റുള്ളവരോട് പറയാൻ, ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിലൂടെ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ പറയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. എല്ലാ മഹത്വവും കർത്താവിന്, യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സാറേ, വളരെ സന്തോഷം കടന്നു വന്നതിൽ, ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിൽ. ഞാനൊരു കാര്യം കൂടെ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കളിൽ പലർക്കും ഇതുപോലെയുള്ള ജീവിത പ്രശ്നങ്ങളുണ്ട്. അവർക്ക് പലർക്കും കൗൺസിലിംഗ് ആവശ്യമായിട്ട് തോന്നാറുണ്ട്. സാറിന് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ? നിശ്ചയമായിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ നമ്പർ ഞങ്ങൾ ഇവിടെ കൊടുക്കുകയാണ്. അവർക്ക് സാറിനെ വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ? നിശ്ചയമായിട്ടും. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഷോയിൽ പ്രിയ പ്രത്യേക സാർ കടന്നു വരാൻ ഇടയായി തീർന്നു. 1000ാമത്തെ പ്രോഗ്രാം എന്തുകൊണ്ടും വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പ്രസ്താവിച്ച പോലെ സാറിൻ്റെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് സാറിനെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾക്കുള്ള അവസരമുണ്ട്. ദയവായി സാറിനെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.